ഇനി ആരോട് ക്ഷമ ചോദിക്കും? ഇതാണ് പറയുന്നത് സത്യാവസ്ഥ അറിയാതെ ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല എന്ന്. റീൽസ് താരം ജുനൈദ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി. തിരക്കുള്ള റോഡായിട്ടും ജുനൈദ് രക്തം വാർന്ന് മരണപ്പെട്ടു എന്നുള്ള കാര്യം ദുരൂഹത തന്നെയാണ് ഈ കേസിൽ വരുത്തുന്നത്. എന്നാൽ അസ്വാഭാവികതയില്ല എന്നുള്ള തീരുമാനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ട ശേഷം മടങ്ങുന്ന ജുനൈദ് ഈ വഴിക്ക് വരും എന്ന് ഉറപ്പിച്ച് കാത്തിരുന്ന ആരോ ചെയ്തതാണ് ഇത് എന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. മഞ്ചേരി മരത്താണിയിൽ റോഡ് സൈഡിൽ കൂട്ടിയിട്ടിരിക്കുന്ന മൺകൂനയിൽപ്പെട്ടാണ് ജുനൈദിന് അപകടമുണ്ടായതെന്നതിനു ശേഷം ഒട്ടേറെ സമയം ജുനൈദ് അവിടെ കിടന്നു എന്നാണ് പറയപ്പെടുന്നത്. തിരക്കേറെയുള്ള റോഡായിട്ടും ആരുടെയും ശ്രദ്ധയിൽ ഈ കാര്യം പെട്ടില്ല. തുടർന്ന് പിറകെ വന്ന ബസ് ജീവനക്കാരാണ് ആദ്യമായി ജുനൈദ് അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് കണ്ടത്. തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിച്ചെങ്കിലും ജുനൈദിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഊക്കേണ്ടവരെല്ലാം ഊക്കിക്കോ എന്ന് പറഞ്ഞാണ് അവസാനം ജുനൈദ് വീഡിയോ ചെയ്തത്. ഒട്ടേറെ പേരാണ് ജുനൈദിൻ്റെ പേരിലുള്ള പരാതി സത്യമാണോ വ്യാജമാണോ എന്ന് പോലും അറിയാതെ ഈ യുവാവിനെ കുറ്റപ്പെടുത്തിയത്. നെഗറ്റീവ് കമൻറ്റുകൾ കണ്ട് സഹിക്കാനാവാത്ത അവസ്ഥയിലായിരുന്നു ജുനൈദ് ഉണ്ടായിരുന്നത്. ഒട്ടേറെ ഇതുപോലെ സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തികൾക്ക് നേരെ പീഡന പരാതികളെല്ലാം നമ്മൾ കണ്ടതാണ്. ഇതിൽ പലതും വ്യാജമാണെന്ന് പിന്നീട് തെളിയുകയും ചെയ്തു. എന്നാൽ ജുനൈദിൻ്റെ പരാതിയിൽ കോടതി ജുനൈദ് കുറ്റക്കാരനാണോ എന്ന് പോലും കണ്ടെത്തിയിട്ടില്ല. അപ്പോഴേക്കും ഒട്ടേറെ പേരാണ് ഈ ചെറുപ്പക്കാരനെ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിച്ചത്. ഇനി ആരോട് നിങ്ങൾ അതിനുള്ള ക്ഷമ ചോദിക്കും? ക്ഷമ ചോദിക്കാൻ ഇനി ജുനൈദ് ബാക്കിയില്ല. എല്ലാവരുടെയും കുത്തുവാക്കിൽ ഹൃദയം നൊന്ത് അവൻ യാത്രയായി. അള്ളാഹു സർവ്വ ദോഷങ്ങളും പുറത്തു കൊടുക്കട്ടെ എന്നല്ലാതെ മറ്റൊരു വാക്കും ഈ വേളയിൽ പറയാനില്ല. പരാതികൾ പലതും ഉണ്ടായിരുന്നെങ്കിലും ജുനൈദിനെ വ്യക്തിപരമായി അറിയുന്നവർക്ക് പറയാനുള്ളത് ആ ശരീരം മാത്രമേ ഉള്ളൂ, ആള് പഞ്ചപാവമാണ് എന്നതാണ്. ഇന്നലെ വൈകുന്നേരം 6:20 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വഴിക്കടവിലെ വീട്ടിലേക്ക് മടങ്ങുന്ന ജുനൈദ് റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്ന മൺകൂനയിൽ തട്ടി വാഹനം മറിഞ്ഞുണ്ടായ അപകടത്തിൽ തലക്ക് പിൻഭാഗത്ത് പറ്റിയ പരിക്കിൻ്റെ കാരണത്താലാണ് മരണപ്പെട്ടത് എന്ന് നിഗമനിക്കുന്നു. സർവരെയും കുടുകുടെ ചിറിപ്പിച്ച ജുനൈദ് ഇപ്പോൾ തീരാ നോവായി മാറി. നെഗറ്റീവ് കമൻറ്റുകളിട്ട് പരിഹസിച്ചവരെല്ലാം ഇപ്പോൾ പൊട്ടിക്കരഞ്ഞ് ക്ഷമ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. രാജുവൻ ഈ താഴെ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വിവാദങ്ങൾ ഒരുപാട് നിങ്ങളൊക്കെ വാർത്ത കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ജുനൈദിനെ ഞാൻ നാട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥകളൊക്കെ എന്താണെന്ന് അവൻ തന്നെ അവൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാനിവിടെ സമയത്ത് 6:50 നോമ്പ് പറഞ്ഞ് എൻ്റെ റൂമിലേക്ക് വന്ന് കയറിയിട്ടുള്ളൂ. എൻ്റെ കൂട്ടുകാരനായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് വീഡിയോകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കേൾക്കുന്ന വാർത്ത മരണപ്പെട്ടു എന്നാണ്. ഫസ്റ്റ് കാണുന്ന ഫോട്ടോ ഇപ്പോൾ ആക്സിഡൻ്റ് ആയ ഫോട്ടോ ആണ്. ഇതിൻ്റെ തൊട്ട് പുറകിൽ ഞാൻ വേറെ 2 വീഡിയോ കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും നമുക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കുക. കബറിയുടെ വിശാലമാകാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എല്ലാവരും ദുആ ചെയ്യാം. ഓക്കെ, മനുഷ്യന്മാരല്ലേ ചെറിയ വലുതുമായ തെറ്റുകളൊക്കെ ഒരുപാട് ചെയ്തു പോയിട്ടുണ്ടാവും. അതൊക്കെ പൊരുത്തപ്പെടാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യാം. ഓക്കെ.